പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ കോൺവെന്റ് ബീച്ചിൽ അതിരൂക്ഷമായ കടൽക്കയറ്റം. 200ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. മൺസൂൺ ശക്തമായതോടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന കോൺവെന്റ് ബീച്ച് പ്രദേശത്ത് കടൽക്കയറ്റം അതിരൂക്ഷമായതായി നാട്ടുകാർ. കടൽക്ഷോഭത്തെ തുടർന്ന് 200ഓളം കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതം ഗുരുതരമായി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രദേശത്തെ 15ഓളം വീടുകളിൽ സ്ഥിരമായി കടൽവെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമൂലം നിരവധി കുടുംബങ്ങൾ ആശങ്കയിലും ദുരിതത്തിലുമാണ് കഴിയുന്നത്. പ്രദേശവാസികളുടെ പ്രധാന ഉപജീവന മാർഗങ്ങളിൽ ഒന്നായിരുന്ന ഹോം സ്റ്റേ പ്രവർത്തനങ്ങളും കടൽ കയറ്റത്തിന്റെ ആഘാതത്തിൽ നിലച്ച അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. അത് കടത്തിലാക്കിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ അവിടെ ആളുകൾക്ക് വരാൻ പറ്റാനും കൂടി വഴി അത്രയും ഇതായിട്ടാണ് റോഡൊക്കെ കിടക്കുന്നത്. ആ അവസ്ഥ കണ്ടാൽ ഇതിന്റെ വേണ്ടപ്പെട്ട ആളുകൾ ഇതൊന്ന് കണ്ട് ഇതെങ്ങനെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കി ഞങ്ങളെ കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് ഇതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ച് കല്ല് ഇങ്ങനെ കൊണ്ടുവന്നിട്ടതുകൊണ്ടോ മണ്ണ് നീക്കിയതുകൊണ്ടോ ഒന്നും ഒരു കാര്യം വരില്ല. കടല് വന്നാൽ എത്ര മണ്ണ് കോരി വെച്ചാലും അത് അങ്ങനെ തന്നെ കടലമ്മ വന്ന് ഒരൊറ്റ തോളിനെല്ലാം അത് പോകും. അതിലിരട്ടി ചവറും മഴുക്കും ഞങ്ങളെ പറമ്പിലോട്ടും ഞങ്ങളെ വീടുകളിലോട്ടാണ് ഇത് വരുന്നത്. അല്ലാതെ എന്നിട്ട് ഞങ്ങൾക്കത് അത് നന്നാക്കാൻ നിൽക്കണം. പിന്നെ ഞങ്ങളെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ആരും ഒന്ന് കണ്ണ് തുറക്കാത്തത്? അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങളെ ഇവിടെ തീരദേശത്ത് നിൽക്കുന്ന മക്കളെ ഒന്ന് അധികാരിയെ ഒന്ന് ഞങ്ങളെ പേരിൽ കണ്ണ് തുറക്കാൻ ഇവിടെ പുൽമോട്ട് അത് എത്രയും വേഗം അത് ശരിയാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സുനാമിക്ക് ശേഷം ഇവിടെ ഒരു പുലിമുട്ട് സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്തെ മുഖ്യമന്ത്രി. പക്ഷെ അതിനുശേഷം ഒരേ വർഷങ്ങൾ ഇതുപോലെ വെള്ളം കയറുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വന്ന് കുറച്ച് മണ്ണിടല്, പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് നിറച്ചിടല്. പക്ഷെ ഇതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം ഈ തീരദേശത്തെ ജനങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ഇവിടെ ഒരു പുലിമുട്ടിന്റെ ആവശ്യകതയാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ വെള്ളം കയറല് ഇവിടെ നിന്ന് ഒഴിവാക്കിയെടുക്കാം. മെമ്പറാണ്. നമ്മളുടെ ഈ മുൻപം ബീച്ചില് അതിനോടനുബന്ധിച്ച് കോൺവെന്റ് ബീച്ചാണ് ഈ കാണുന്നത്. ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് ഇവിടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും കടലിനെ ഇരച്ചു കയറി വീടുകളിലേക്ക് എത്താവുന്ന സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലകാലങ്ങളായി ഇവിടെ മാറി മാറി ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ MLA-മാരൊക്കെ ഇവിടെ ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഇന്ന് ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാമെന്ന ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് പോയതല്ലാതെ ഇവിടെ ഒരു മറ്റുള്ള ഒരു പ്രവർത്തനങ്ങളും നടക്കാത്ത കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ കൊല്ലവും ഇതവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ നമ്മളാ എന്തോ ഒരു അവഗണിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പൊ ഇത് ടൂറിസം മേഖലയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ തീരദേശത്ത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങപ്പാർക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പൊ അവർക്ക് ആർക്കും ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലുമായിട്ടാണ് ഇവിടെ ടൂറിസം മേഖല ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. കാരണം ഇവിടെ ടൂറിസം മേഖല വെക്കേണ്ട ഒരു റോഡായി കാണുന്നത്. റോഡിന്റെ അവസ്ഥ, റോഡ് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് ഇനി കുഴിച്ചു നോക്കേണ്ടി വരും. അതിനും വീണ്ടും മണ്ണും കാര്യങ്ങളാണ് ഈ നദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ ഇവിടുത്തെ ഭീകരാന്തരീക്ഷം എന്താണ്? ഞങ്ങളെ കിടന്നുറങ്ങും ആളുകൾ. ഈ കുഞ്ഞുകുട്ടികളെയും ഈ പ്രധാനങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഞങ്ങളൊക്കെ ഇതേപോലെ കടൽ കയറി വന്നാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഈ അധികാരികൾ പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം അധികാരികൾ കണ്ടെത്തി ഞങ്ങൾക്ക് തരണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വളരെയധികം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങൾ പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. കടൽക്ഷോഭത്തെ തുടർന്ന് തീരദേശ റോഡിലേക്ക് മണൽ അടിഞ്ഞുകൂടിയതിനാൽ വാഹന കാൽനട യാത്രക്കാർക്കും വ്യാപകമായ തടസ്സം നേരിടുന്നുണ്ട്. പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മിച്ചതിന് ശേഷമാണ് കോൺവെന്റ് ബീച്ച് മേഖലയിൽ കടൽക്കയറ്റം ഇത്രയധികം രൂക്ഷമായത്. മുനമ്പം ബീച്ച് മുതൽ കാറ്റാടി ബീച്ച് വരെ നിശ്ചിത അകലങ്ങളിൽ ഇടമുട്ടുകൾ നിർമ്മിക്കുകയാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിലവിലെ സ്ഥിതിഗതികൾ ജനജീവിതത്തെ അതീവ ദുസ്സഹമാക്കിയ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളും അധികൃതരും അടിയന്തരമായി ഇടപെട്ട് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.